ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സർവ്വസജ്ജമായി എന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സതീശൻ വച്ച് കാച്ചിയ ഡയലോഗാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കും. ആരും അങ്ങോട്ട് ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്തായി എന്ന് ചോദിച്ചാൽ പ്രവർത്തകർക്ക് കുറച്ചുകൂടി ആവേശം വാരി കൊടുക്കണ്ടേ? അതിനുവേണ്ടി നാക്കുകൊണ്ടുള്ള സതീശന്റെ സൈക്കോളജിക്കൽ തന്ത്രമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 108 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 24 മണിക്കൂറിലേക്ക് പ്രവേശിച്ചു. സതീശനോട് ഈ ചോദ്യം ആവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. കേരളത്തിലെ സംസ്കാര സമ്പന്നൻ, ഏറ്റവും നല്ലപോലെ ചിരിക്കുന്ന, ഏറ്റവും ഭവ്യതയോടുകൂടി പെരുമാറുന്ന, ധാർഷ്ട്യം ധിക്കാരമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ പറന്ന സതീശന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇതേ കണ്ടേ. പ്രതിപക്ഷ നേതാവ് നല്ലാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 കണ്ടോ? 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിക പട്ടിക വരുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ചോദിച്ചപ്പോ? എടാ കാപ്പൂ മാ ഡാഷ് മോനെ, നിന്റെ അടുത്ത് പച്ച മലയാളത്തിലല്ലടാ ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന രീതിയിൽ തെറി വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം കടിച്ചു പിടിക്കുന്ന നോക്കിയേ. മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ മാപ്രകൾ ആരെങ്കിലും സഹിക്കൂ, താങ്ങൂ? വാർത്താ വിസ്ഫോടനം ആ ഒരൊറ്റ വാചകത്തിന്റെ പേരിൽ മുഴുവൻ മാറി ഒഴുകില്ലേ? പിന്നെ പ്രതിഷേധമായി KUWJ ഞെട്ടൽ രേഖപ്പെടുത്തലായി മാപ്പ് പറയണമെന്ന ആവശ്യമായി. പക്ഷേ ഇമാതിരിയൊക്കെ ഈ നാട്ടിൽ മേനോൻ കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് സതീശന് കാണിക്കുക. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എത്ര സരസമായിട്ടാണ്. അസഹിഷ്ണുതയേ ഇല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നാളൊരു കാലത്ത് ഇയാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞ കാര്യം നടപ്പായില്ല, അതിനെക്കുറിച്ച് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ മുന്നിൽ പല വാചകങ്ങളും പറയും, ഇതൊന്നും നടപ്പാക്കാനൊന്നുമല്ല. അത് ആ സമയത്ത് സ്കോർ ചെയ്യുക, ഞങ്ങളുടെ അണികളുടെ മുന്നിൽ സൂപ്പർ ഹീറോ ആവുക. അതിനുവേണ്ടി അടിക്കുന്ന വാചക കസർത്തുകൾക്കപ്പുറം ഇയാളൊക്കെ എത്രമാത്രം കാപട്യമാണെന്നും എത്രമാത്രം നുണേശനാണെന്ന് ആവർത്തിച്ച് നിങ്ങളെ പലകുറി കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും ആകെ കൈമുതലായിട്ടുള്ളത് ഈ അഹങ്കാരവും ഈ ധാർഷ്ട്യവും മാത്രമാണ്. താനാണ് ഒരു സംഭവം, ബാക്കിയുള്ളവന്മാരെല്ലാം വെറും തൈരാണെന്നുള്ള ആ മനോഭാവമാണ് ഈ പ്രകടനവും ഈ ശരീരഭാഷയും ഇമാതിരിയുള്ള ഡയലോഗ് അടിയുടെയൊക്കെ ചേതോ വികാരം. നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് കാട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ധാർഷ്ട്യത്തിൻ്റെ ഏറ്റവും പുതിയ വേർഷനായിട്ട് ഇത് അവതരിപ്പിക്കപ്പെട്ടേനെ. പക്ഷേ സതീശനായതുകൊണ്ട്, കുടുംബത്തിൽ പറന്ന മേനോനായതുകൊണ്ടും സമാന സവർണ മനസ്സുള്ള കേരളത്തിലെ മാപ്ര പുങ്കവന്മാർ ക്ഷമിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് നല്ലാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24